ട്രൈഹാക്മി വെബ്സൈറ്റിൽ നമുക്ക് സോക്ക് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ ലെവൽ 1 പാർട്ട് ഇതിൻ്റെ ഒരു റൂംസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പേജിൽ ചെയ്യാനായിട്ട് പോകുന്നത് ജൂനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. പിരമിഡ് ഓഫ് പെയിൻ ആൻഡ് സൈബർ കിൽ ചെയ്യുന്നതൊക്കെ പെയ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ്. അപ്പോൾ നമുക്ക് ഇത് ഇന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടാസ്ക് 1, 2, 3 ഇത്രയും ടാസ്കുകളാണ് ഈ ഒരു റൂമിനകത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജൂനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ് ഓർ അസോസിയേറ്റ് സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്നതാണ് ടാസ്ക് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധാരണ ജൂനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ് ടയർ 1 എന്ന് പറയും. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 24/7 സോക്ക് ഓപ്പറേഷൻ എൻവയോൺമെൻറ്റിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ്ലി മോണിറ്ററും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അലേർട്ട് ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അതാണ് മെയിൻ റെസ്പോൺസിബിലിറ്റി വരുന്നത്. പിന്നെ കോൺഫിഗർ ചെയ്യണം, അതിനനുസരിച്ച് കോൺഫിഗർ ചെയ്യണം, സെക്യൂരിറ്റി ടൂൾസിനെയൊക്കെ മാനേജ് ചെയ്യണം. പിന്നെ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ബേസിക് ഐഡിയസ് എന്ന് പറഞ്ഞാൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണ്. അതായത് എന്തെങ്കിലും ഇൻട്രൂഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഡിവൈസസ് ആണ് IDS എന്ന് പറയുന്നത്. പിന്നെ മീറ്റിംഗ്സിൽ, അതായത് സോക്ക് വർക്കിംഗ് ഗ്രൂപ്പ്സിലും മീറ്റിംഗ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിലെന്തെങ്കിലും ഇൻട്രൂഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് എസ്കലേറ്റ് ചെയ്യണം. ഇത് സെക്കൻഡ് ലെവലിൽ അല്ലെങ്കിൽ ടീം ലീഡിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എസ്കലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സോക്ക് ലെവലിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ OSI മോഡൽ അറിയണം, TCP/IP മോഡൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് വിൻഡോസ്, ലിനക്സ്, വെബ് ആപ്ലിക്കേഷൻസ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം 3 ലെവൽസ് ആണ് സോക്കിൽ വരുന്നത്. ജൂനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ് ടയർ 1 അതെന്താ പറഞ്ഞത്, കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യണം. ലോഗ്സ് ആൻഡ് ഇവൻസിനെ, നെറ്റ്വർക്ക് ട്രാഫിക് ലോഗ്സ് ആൻഡ് ഇവൻസിനെ മോണിറ്റർ ചെയ്യാം. വർക്ക്സ് ഓൺ ടിക്കറ്റ്സ്, ക്ലോസസ് ദ അലേർട്സ് ആൻഡ് പെർഫോം ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മിറ്റിഗേഷൻസ്. അപ്പോൾ സാധാരണ ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് അതിനെ മിറ്റിഗേറ്റ് ചെയ്യണം. അടുത്ത ലെവൽ ടയർ 2 എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റെസ്പോണ്ടർ എന്നാണ്. അപ്പോൾ കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ് ചെയ്യുന്നവരാണ് ടയർ 2. അതുപോലെ അനാലിസിസ് ആൻഡ് റെമഡിയേഷൻ ആൻഡ് പ്രോആക്റ്റീവ്ലി ഹൺസ് ഫോർ അഡ്വൈസറീസ്. അപ്പോൾ കുറച്ച് ഫസ്റ്റ് ലെവലിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ സെക്കൻഡ് ടയർ എന്ന് പറയുന്നത്. മോണിറ്റേഴ്സ് ആൻഡ് റിസോൾവ്സ് മോർ കോംപ്ലക്സ് അലേർട്സ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള അലേർട്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് കോംപ്ലക്സ് അലേർട്സിനെയാണ് അവർ റിസോൾവ് ചെയ്ത് റെമഡിയേഷന് കൊടുക്കുന്നത്. അപ്പോൾ തേർഡ് ലെവൽ എന്ന് പറയുന്നതാണ് ത്രെറ്റ് ഹണ്ടർ. ടയർ 3 സെക്യൂരിറ്റി ഓപ്പറേഷൻ അനലിസ്റ്റ് തേർഡ് ലെവലാണ് ത്രെറ്റ് ഹണ്ടർ. വർക്ക്സ് ഓൺ ഇത് ഫസ്റ്റ് ലെവലിൽ ബേസിക് ആയിരുന്നു, പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ്, ഇത് മോർ അഡ്വാൻസ്ഡ് ഇൻവെസ്റ്റിഗേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ് ത്രെറ്റ് ഹണ്ടേഴ്സ് എന്ന് പറയുന്നത്. പെർഫോം അഡ്വാൻസ് ത്രെറ്റ് ഹണ്ടിങ് ആൻഡ് അഡ്വൈസറി റിസർച്ച്, മാൽവെയർ റിവേഴ്സിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് തിയറി വായിക്കാനായിട്ടാണ് ഫസ്റ്റ് ടാസ്കിലുള്ളത്. അപ്പോൾ അതിൽ ആൻസേഴ്സ്, വാട്ട് വിൽ ബി യുവർ റോൾ ആസ് എ ജൂനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ്. ജൂനിയർ സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ ജോബ് റോൾ എന്ന് പറയുമ്പോൾ അതിൽ യു വിൽ ബി എ ട്രയാഡ് സ്പെഷ്യലിസ്റ്റ്. ഫസ്റ്റ് ലൈനിൽ നമുക്കതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഞാനത് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി ടാസ്ക് 2 എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സോക്കിൽ വരുന്നതിനെ പറ്റിയിട്ടാണ്. സോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫുൾ ഫോം സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സോക്ക്. അതായത് ലോഗ് കളക്ഷൻ ചെയ്യും, അതിനെ റിസർച്ച് ചെയ്യും, അഗ്രിഗേറ്റ് ചെയ്യും, അഗ്രിഗേഷൻ, അതുപോലെ കോറിലേഷൻ, ത്രെറ്റ് ഇൻ്റലിജൻസ്, സെയിം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഇൻഫോർമേഷൻ ഇൻ ഇൻവെൻറ്റ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യാം, എന്നിട്ട് ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വായിച്ച് നോക്കാനുള്ള കാര്യങ്ങളാണ്. പ്രിപ്പറേഷൻ ആൻഡ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജൂനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ കറണ്ട് ത്രെറ്റ്സിനെ പറ്റി എല്ലാം അവെയർ ആയിരിക്കണം. പിന്നെ പ്രിവെൻഷൻ മെത്തേഡ് അറിയിക്കണം, എന്താണ് അതിൻ്റെ TTPs എന്ന് പറഞ്ഞാൽ ടെക്നിക്സ്, ടാക്ടിക്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് തിയറി നമ്മൾ വായിച്ച് നോക്കണം. പിന്നെ അടുത്തത് മോണിറ്ററിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ സോക്ക് ടീം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് സീം ടൂൾസ് അല്ലെങ്കിൽ EDR ആണ്. സീം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഇൻഫോർമേഷൻ ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ EDR എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് ടൂൾസ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ മോണിറ്ററിങ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട്
യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂൾസ് വെച്ചിട്ടാണ് സസ്പീഷ്യസ് മലീഷ്യസ് നെറ്റ്വർക്ക് ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു ഫയർ ഫൈറ്റർ ഒരു മൾട്ടിപ്പിൾ അലാം ഫയർ വെച്ചിട്ടുണ്ട്. ഒരു ഫയർ 1 അലാം ഫയേഴ്സ്, 2 അലാം ഫയേഴ്സ്, 3 അപ്പോൾ ഇങ്ങനെ കാറ്റഗറി അത് ഇതിൻ്റെ സീരിയസ്നെസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ അലേർട്സ് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് ലോ, മീഡിയം, ഹൈ, ക്രിറ്റിക്കൽ എന്നായിരിക്കും. അപ്പോൾ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് ഇപ്പോഴും ക്രിറ്റിക്കൽ എന്ന് നമുക്കറിയാം. അപ്പോൾ ലോവസ്റ്റ് ബോട്ടം ലെവലാണ് ലോ അലേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ 3 അലാം അടിക്കുകയാണെങ്കിൽ അത് ലോ ആക്കാം, അല്ലെങ്കിൽ ഇതിന് നമ്മൾ കൊടുക്കുന്ന സെറ്റിങ്സ് വെച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജൂനിയർ അനലിസ്റ്റ്, അതായത് സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ് ഈ ഒരു സോക്ക് എന്ന് പറഞ്ഞ ഒരു ടീമിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറി വായിച്ച് നോക്കിയാൽ റീഡ് ദ നോ ആൻസർ. ഈ തേർഡ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു വെബ്സൈറ്റ് തന്നിട്ടുണ്ട്, വ്യൂ സൈറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ ഇതിലിപ്പോൾ IDS IPS എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. IDS എന്ന് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, അതായത് ഇൻട്രൂഷൻ ഡിറ്റക്റ്റ് ചെയ്യാവുന്ന ഇതാണ് IDS. അത് അലേർട്ട് ചെയ്യുന്നത്. ഇൻട്രൂഷൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റ് ചെയ്യാൻ മാത്രമല്ല പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കാം. നമുക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാം. സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലിക്ക് ഓൺ ദ ഗ്രീൻ വ്യൂ സൈറ്റ് ബട്ടൺ ഇൻ ദ ടാസ്ക് ടു ഓപ്പൺ സ്റ്റാറ്റിക് സൈറ്റ് ടാബ് ലാബ് ആൻഡ് നാവിഗേറ്റ് ടു ദ സെക്യൂരിറ്റി മോണിറ്ററിംഗ് ടൂൾ ഓൺ ദ റൈറ്റ് പാനൽ ടു ട്രൈ ടു ഐഡൻറ്റിഫൈ സസ്പീഷ്യസ് ആക്ടിവിറ്റി. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മലീഷ്യസ് IP അഡ്രസ് ഇൻ ദ അലേർട്ട്സ്. അപ്പോൾ മലീഷ്യസ് IP അഡ്രസ് നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ ഗ്രീൻ ആണ്, ഇതാണ് മലീഷ്യസ് ആയിട്ടുള്ളത്. IP അഡ്രസ് എന്ന് പറയുന്നത് ചെക്ക് ബൈ IP അഡ്രസ്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ മലീഷ്യസ് IP അഡ്രസ്സ് നമ്മൾക്കിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. റെഡാണ് ഇത് 221, 181, 185, 159. അത് നമ്മൾ ആൻസർ കൊടുത്താൽ മതി. ടു whom did you escalate the event associated with the malicious IP address. അപ്പോൾ ഇതാണ് മലീഷ്യസ് ആയിട്ടുള്ള IP അഡ്രസ്സ് വരുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആ IP അഡ്രസ്സ് ചെക്ക് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ വരുന്നത് it was found in our database ipscanner.html. അപ്പോൾ ഇത് എന്താ മലീഷ്യസ് ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വായിച്ചറിയാം. നൗ വി know the IP address is malicious, we need to escalate to staff member. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബേസിക് ലെവലിൽ കിട്ടിയത് അടുത്ത ലെവലിലോട്ട് എസ്കലേറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത സെക്കൻഡ് ലെവലിലോട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ചൂസ് ടു ഹൂം യു വുഡ് എസ്കലേറ്റ് ദിസ് ഇവൻറ്റ്. അപ്പോൾ ഈ സെയിൽസ് എക്സിക്യൂട്ടീവിനാണോ, സെക്യൂരിറ്റി കൺസൾട്ടൻറ്റിനാണോ, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ആർക്കിടെക്റ്റിനാണോ, സോക്ക് ടീം ലീഡിനാണോ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടല്ലോ അത് റോങ് സ്റ്റാഫ് മെമ്പർ സെലക്റ്റഡ്. അപ്പോൾ സെക്യൂരിറ്റി കൺസൾട്ടൻ്റ് ആണോ, അല്ല, സെയിൽസ് എക്സിക്യൂട്ടീവ് ആവാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ മിക്കവാറും സോക്ക് ടീം ലീഡ് തന്നെ ആയിരിക്കും. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബിൽ ഗ്രിഫിൻ എന്ന് പറഞ്ഞ ഇതാണ് കറക്റ്റ്. അയാൾക്കാണ് സോക്ക് ലീഡിനാണ് നല്ലത് കൊടുക്കേണ്ടത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ബ്ലോക്കിംഗ് ദ മലീഷ്യസ് IP അഡ്രസ് ഓൺ ദ ഫയർവാൾ വാട്ട് മെസ്സേജ് ഡിഡ് ദ മലീഷ്യസ് ആക്ടർ ലീവ് ഫോർ യു. അപ്പോൾ ഇതിൽ നമുക്ക് ദ ഫയർവാൾ ബ്ലോക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള IP അഡ്രസ്സ്, മലീഷ്യസ് ആയിട്ടുള്ള IP അഡ്രസ്സ് ഫയർവാളിൽ ബ്ലോക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഇതിൽ യു ബ്ലോക്ക് ദ മലീഷ്യസ് IP അഡ്രസ്, അത് നമുക്ക് ഇതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മെസ്സേജാണ് ഇതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ റൂം വളരെ സിമ്പിളാണ്. അത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സെക്യൂരിറ്റി അനലിസ്റ്റ്, അതിൻ്റെ റോൾ എന്താണ് സോക്ക് എന്ന് പഠിക്കണം. സോക്കിൻ്റെ എന്തൊക്കെയാണ് ഫങ്ഷൻസ്, എന്താണ് എക്സാക്ട്ലി ഓരോന്നിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, പിന്നെ മോണിറ്ററിങ് സെയിം EDR ടൂൾസ് എന്താണ്, IDS IPS, പിന്നെ എങ്ങനെയായിരിക്കും ഒരു ഡെയിലി ഒരാളുടെ ഈ സെക്യൂരിറ്റി ഡേ ഇൻ ലൈഫ് ഓഫ് എ ജൂനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ റൂം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്.